ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്യാമ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗോവ സന്ദർശനം ഇന്ന്. ONGC സീ സർവൈവൽ സെന്റർ രാജ്യത്തിന് സമർപ്പിക്കും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാർലമെന്റ് പാസാക്കി. ഭീകരതയ്ക്കെതിരെ കേന്ദ്രം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാവർക്കും താങ്ങാനാവുന്ന മികച്ച ആരോഗ്യ പരിരക്ഷയാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗോവ സന്ദർശനം ഇന്ന്. ONGC സീ സർവൈവൽ സെന്റർ, ഇന്ത്യ ഊർജ്ജവാരം 2024 തുടങ്ങിയവ അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് വികസിത ഭാരതം വികസിത ഗോവ 2027 പരിപാടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. വിശദാംശങ്ങളിലേക്ക്. ഇന്ത്യയുടെ സമുദ്ര അതിജീവന പരിശീലന ആവാസ വ്യവസ്ഥയെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനുള്ള സംയോജിത സമുദ്ര അതിജീവന പരിശീലന കേന്ദ്രമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കുന്ന ONGC സീ സർവൈവൽ സെന്റർ. ഊർജ്ജ ആവശ്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക എന്നതാണ് ഈ മാസം 9 വരെ നടക്കുന്ന ഇന്ത്യ ഊർജ്ജവാരം 2024 ലക്ഷ്യം. ആഗോള എണ്ണ വാതക കമ്പനി സിഇഒമാരുമായും വിദഗ്ധരുമായും പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തും. വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള 35,000-ലധികം പ്രതിനിധികൾ ഇന്ത്യ ഊർജ്ജവാരം 2024 പങ്കെടുക്കും. 1,330 കോടിയിലധികം രൂപയുടെ പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നിർവഹിക്കും. ഗോവയിലെ ദേശീയ സാങ്കേതിക ശാസ്ത്ര ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ സ്ഥിരം ക്യാമ്പസ് പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കും. തൊഴിൽ മേളയ്ക്ക് കീഴിൽ ഗവൺമെന്റ് നിയമനങ്ങൾക്കുള്ള 1930 പുതിയ ഉത്തരവുകളും അദ്ദേഹം വിതരണം ചെയ്യും. കൂടാതെ വിവിധ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾക്ക് അനുമതി പത്രങ്ങളും പ്രധാനമന്ത്രി കൈമാറും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദി പ്രമേയം പാർലമെന്റ് ശബ്ദവോട്ടോടെ പാസാക്കി. വരുന്ന പൊതുതെരഞ്ഞെടുപ്പിൽ രാജ്യത്തെ ജനങ്ങൾ BJPക്ക് അനുകൂലമായ ജനവിധി നൽകുമെന്നും NDA 400-ലധികം സീറ്റ് നേടുമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദിപ്രമേയ ചർച്ചയിൽ പാർലമെന്റിന്റെ ഇരുസഭകളെയും സംയുക്ത സമ്മേളനത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് ലോക്സഭയിൽ പറഞ്ഞു. 3ാം തവണയും അധികാരത്തിലെത്തിയാൽ NDA സർക്കാർ വലിയ തീരുമാനങ്ങൾ എടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. സ്ത്രീകളുടെയും യുവാക്കളുടെയും കർഷകരുടെയും ദരിദ്രരുടെയും ശാക്തീകരണത്തിലൂടെ വികസിത് ഭാരത് എന്ന ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കും. ഇന്ത്യയുടെ സാമ്പത്തിക വികസനത്തിന്റെ വേഗതയും വ്യാപ്തിയും ലോകം മുഴുവനും അംഗീകരിച്ചു കഴിഞ്ഞുവെന്ന് അദ്ദേഹം പറഞ്ഞു. കഴിഞ്ഞ 10 വർഷങ്ങളിൽ രാജ്യത്തെ ഗ്രാമ നഗരമേഖലകളിലെ പാവപ്പെട്ടവർക്ക് 4,80,00,000 വീടുകൾ നിർമ്മിച്ചു നൽകിയതായും പ്രധാനമന്ത്രി പറഞ്ഞു. ഭീകരതയ്ക്കെതിരെ കേന്ദ്ര സർക്കാർ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കഴിഞ്ഞ 10 വർഷത്തിനിടെ NDA സർക്കാർ വ്യക്തമായ നയങ്ങളുടെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര സുരക്ഷയുടെ കാര്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്തിയതായി അദ്ദേഹം പറഞ്ഞു. ന്യൂഡൽഹിയിൽ വിദേശനയ സർവേ 2023 ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ശക്തമായ ആഭ്യന്തര സുരക്ഷാ ശൃംഖല ഉണ്ടാക്കുന്നതിൽ സർക്കാർ വിജയിച്ചതായും ശ്രീ അമിത്ഷാ വ്യക്തമാക്കി. എല്ലാവർക്കും താങ്ങാനാവുന്ന മികച്ച ആരോഗ്യ പരിരക്ഷയാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. ജമ്മുകാശ്മീർ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലെ 4 നഴ്സിംഗ് കോളേജുകളുടെ തറക്കല്ലിടൽ ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ നഴ്സുമാരുടെ സേവനത്തിന് വിദേശ രാജ്യങ്ങളിൽ വലിയ അംഗീകാരമുണ്ടെന്നും അതിനാൽ രാജ്യത്തെ നഴ്സിംഗ് വിദ്യാഭ്യാസത്തെ ആഗോള നിലവാരത്തിലേക്ക് ഉയർത്തേണ്ടത് പ്രധാനമാണെന്നും ശ്രീ മൻസുഖ് മാണ്ഡവ്യ പറഞ്ഞു. രാജ്യത്തുടനീളം 157 നഴ്സിംഗ് കോളേജുകളുടെ നിർമ്മാണം പൂർത്തിയായി വരുന്നതായും അദ്ദേഹം അറിയിച്ചു. രാജ്യത്ത് ഡെന്റൽ, നഴ്സിംഗ് കോളേജുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും കേന്ദ്ര ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കുട്ടികളെ ഉപയോഗിക്കുന്നതിനെതിരെ കർശന നിർദ്ദേശങ്ങൾ പുറത്തിറക്കി കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷൻ. റാലികൾ, മുദ്രാവാക്യ പ്രകടനങ്ങൾ, പോസ്റ്ററുകൾ, ലഘുലേഖകൾ എന്നിവയുടെ വിതരണം തുടങ്ങി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട യാതൊരു പ്രവർത്തനങ്ങളിലും കുട്ടികളെ പങ്കെടുപ്പിക്കരുത് എന്ന് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകി. കുട്ടികളെ വാഹനങ്ങളിൽ കൊണ്ടുപോകുക, റാലികളിൽ പങ്കെടുപ്പിക്കുക തുടങ്ങിയ പ്രചാരണങ്ങൾക്ക് രാഷ്ട്രീയ നേതാക്കളോ സ്ഥാനാർത്ഥികളോ കുട്ടികളെ ഉപയോഗിക്കരുതെന്നും കമ്മീഷൻ അറിയിച്ചു. രാജ്യത്ത് കയറ്റുമതി ഇറക്കുമതി വ്യവസായികൾ അഭിമുഖീകരിക്കുന്ന ബാങ്കിംഗ്, ഇൻഷുറൻസ് സംബന്ധമായ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് കേന്ദ്ര ധനകാര്യ സെക്രട്ടറി വിവേക് ജോഷിയുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വിദേശകാര്യ, വാണിജ്യ, ധനകാര്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്തു. ബാങ്കിംഗ് റിയലൈസേഷൻ സർട്ടിഫിക്കറ്റുകൾ നൽകുന്നതിനുള്ള കാലതാമസം, ലെറ്റർ ഓഫ് ക്രെഡിറ്റ് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തതായി ധനമന്ത്രാലയം വ്യക്തമാക്കി. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കർ ഇന്നലെ ന്യൂഡൽഹിയിൽ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ 4ാമത്തെ നിരായുധീകരണ അന്താരാഷ്ട്ര സുരക്ഷാകാര്യ ഫെലോമാരുമായി സംവദിച്ചു.
സമകാലിക ഭൌമരാഷ്ട്രീയം, നവയുഗ സാങ്കേതിക വിദ്യകളുടെ അവസരങ്ങൾ, വെല്ലുവിളികൾ, ആഗോളവൽക്കരണത്തിന്റെ സാമ്പത്തിക ശാസ്ത്രം, രാഷ്ട്രീയം എന്നിവയെക്കുറിച്ച് സംസാരിച്ചുവെന്ന് ശ്രീ എസ് ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സാങ്കേതിക വിദ്യയുടെ ജനാധിപത്യവൽക്കരണം, ഡേറ്റ ഫ്ലോകളുടെ സുതാര്യത, സുരക്ഷ, ഡിജിറ്റൽ പൊതു അടിസ്ഥാന സൌകര്യങ്ങൾ, പ്രാദേശിക സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയും ചർച്ചാ വിഷയമായി. ഝാർഖണ്ഡ് മുഖ്യമന്ത്രി ചമ്പൈ സൊറന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ നിയമസഭയിൽ ഭൂരിപക്ഷം തെളിയിച്ചു. 81 സഭയിലെ 47 MLA-മാരുടെ പിന്തുണയോടെയാണ് ചമ്പൈ സൊറൻ വിശ്വാസ വോട്ടെടുപ്പിൽ ജയിച്ചത്. അഴിമതി കേസിൽ മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സൊറനെ ED കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്നാണ് ചമ്പൈ സൊറൻ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. ഇന്നലെ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിന്മേലുള്ള പൊതുചർച്ച ഈ മാസം 12 മുതൽ 14 വരെ നിയമസഭയിൽ നടക്കും. 15-ാം തീയതി വോട്ട് ഓൺ അക്കൌണ്ട് ചർച്ചയും വോട്ടെടുപ്പും നടക്കും. കേരളത്തെ നിക്ഷേപ കേന്ദ്രമാക്കുന്നതിന് ലക്ഷ്യമിട്ടുള്ള ബജറ്റാണ് ധനമന്ത്രി KN ബാലഗോപാൽ ഇന്നലെ അവതരിപ്പിച്ചത്. കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം, വ്യവസായം എന്നീ മേഖലകളിലെ ബജറ്റ് വിഹിതത്തിലും ശ്രദ്ധേയമായ വർധനയുണ്ട്. 2025-ൽ സംസ്ഥാനത്തെ അതിദാരിദ്ര്യം ഇല്ലാതാക്കുമെന്നും പ്രഖ്യാപനമുണ്ട്. സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശികയിൽ 1 ഗഡു ഏപ്രിലെ ശമ്പളത്തിൽ കൊടുക്കുമെന്നും ധനമന്ത്രി പ്രഖ്യാപിച്ചു. റബ്ബറിന്റെ താങ്ങുവില 10 രൂപ കൂട്ടുകയും ഭൂമിയുടെ ന്യായവില വർദ്ധിപ്പിക്കുകയും ചെയ്തു. ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യത്തിന് എക്സൈസ് തീരുവ ലിറ്ററിന് 10 രൂപയും ബജറ്റിൽ കൂട്ടി. കേരളത്തിലെ 520 പോലീസ് സ്റ്റേഷനുകളിലും സ്ഥാപിച്ച CCTV നിരീക്ഷണ ക്യാമറകളുടെ പ്രവർത്തന ഉദ്ഘാടനം ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിക്കും. തിരുവനന്തപുരം പോലീസ് ട്രെയിനിംഗ് കോളേജിൽ നടക്കുന്ന ചടങ്ങിലാണ് ഈ സംവിധാനം ഓൺലൈനായി ഉദ്ഘാടനം ചെയ്യുന്നത്. സുപ്രീംകോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും CCTV ക്യാമറ സ്ഥാപിച്ചത്. കുടുംബശ്രീ അയൽക്കൂട്ട ശാക്തീകരണാർത്ഥം സംഘടിപ്പിച്ച തിരികെ സ്കൂളിൽ ക്യാമ്പയിന്റെ സമാപന സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും K-Lift 24 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. മന്ത്രി MP രാജേഷ് അധ്യക്ഷത വഹിക്കും. കുടുംബശ്രീ മിഷന്റെ നൂതനവും വിപുലവുമായ ദൌത്യങ്ങളിലൊന്നാണ് കുടുംബശ്രീ ലൈവ്ലിഹുഡ് ഇനീഷ്യേറ്റീവ് ഫോർ ട്രാൻസ്ഫോർമേഷൻ K-Lift. ഇതുവഴി 3 ലക്ഷം വനിതകൾക്ക് സ്ഥിര വരുമാനം ഉറപ്പാക്കും. SNC ലാവ്ലിൻ കേസുമായി ബന്ധപ്പെട്ട ഹർജികൾ ഇന്ന് സുപ്രീംകോടതി പരിഗണിച്ചേക്കും. ജസ്റ്റിസ് സൂര്യകാന്ത് അധ്യക്ഷനായ 3-അംഗ ബെഞ്ചാണ് കേസ് പരിഗണിക്കുക. കഴിഞ്ഞ ഒക്ടോബറിൽ കേസ് കോടതിക്ക് മുന്നിൽ എത്തിയെങ്കിലും വാദം നടന്നിരുന്നില്ല. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന് രാഷ്ട്രീയ കക്ഷികൾക്കും സ്വതന്ത്രർക്കുമുള്ള ചിഹ്നങ്ങൾ പുതുക്കി അനുവദിച്ചുകൊണ്ടുള്ള വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രസിദ്ധീകരിച്ചു. ദേശീയ രാഷ്ട്രീയ കക്ഷികൾ, കേരളത്തിലെ സംസ്ഥാന രാഷ്ട്രീയ കക്ഷികൾ, മറ്റ് സംസ്ഥാനങ്ങളിലെ സംസ്ഥാന കക്ഷികൾ, കേരള നിയമസഭയിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ കക്ഷികൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രാതിനിധ്യമുള്ള രാഷ്ട്രീയ കക്ഷികൾ, സ്വതന്ത്രർ ഉൾപ്പെടെയുള്ള മറ്റ് സ്ഥാനാർത്ഥികൾ എന്നിങ്ങനെ 4 പട്ടികകളിലാണ് ചിഹ്നം അനുവദിച്ചത്. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. ഉച്ചയ്ക്ക് 1:30-നാണ് മത്സരം. ആതിഥേയരായ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി ഫൈനലിലെത്താനാണ് നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയുടെ ശ്രമം. 6ാം കിരീടം തേടിയാണ് ഇന്ത്യ ഇത്തവണ അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റിൽ പോരാടുന്നത്. ആധികാരിക ജയങ്ങളോടെയാണ് ഉദയ് സഹാറൻ നയിക്കുന്ന ഇന്ത്യൻ ടീം സെമിയിലെത്തിയത്. ഇന്ന് സുരക്ഷിത ഇന്റർനെറ്റ് ദിനം. കുട്ടികൾ, യുവജനങ്ങൾ എന്നിവയ്ക്കിടയിൽ ഇന്റർനെറ്റ് ഉപയോഗം സുരക്ഷിതമാക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ഗോതമ്പ് വില വർധനവിനെതിരെയും സബ്സിഡി നിർത്തലാക്കിയതിനെതിരെയും പ്രതിഷേധവുമായി പാക് അധീന കാശ്മീരിലെ ജനങ്ങൾ. ഗിൽജിത്ത്, ബാൾട്ടിസ്ഥാൻ മേഖലയിലാണ് പ്രതിഷേധം ശക്തമായത്. ലോഡ് ഷെഡിംഗ്, വിലക്കയറ്റം, അടിസ്ഥാന സൌകര്യങ്ങളുടെ അഭാവം എന്നിവയ്ക്കൊപ്പം ഗോതമ്പ് വില വർധനവ് കൂടി അനുഭവപ്പെട്ടതോടെ മേഖലയിൽ ജനജീവിതം ദുസ്സഹമായി. ബ്രിട്ടീഷ് രാജാവ് ചാൾസിന് അർബുദം സ്ഥിരീകരിച്ചതായി ബക്കിംഗ്ഹാം കൊട്ടാരം അറിയിച്ചു. എന്നാൽ ഏത് തരം അർബുദമാണെന്ന് വ്യക്തമാക്കിയിട്ടില്ല. ചികിത്സ ആരംഭിച്ചിട്ടുണ്ട്. രോഗം സ്ഥിരീകരിച്ച സാഹചര്യത്തിൽ ചാൾസ് രാജാവ് പൊതുപരിപാടികൾ ഒഴിവാക്കിയതായി ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ നയിക്കുന്ന കേരള പദയാത്ര ഇന്ന് കൊല്ലം ചിന്നക്കടയിൽ പര്യടനം നടത്തും. പൊതുസമ്മേളനത്തിന് ശേഷം ആരംഭിക്കുന്ന പദയാത്ര മാടൻനടയിൽ സമാപിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗോവ സന്ദർശനം ഇന്ന്. ONGC സീ സർവൈവൽ സെന്റർ രാജ്യത്തിന് സമർപ്പിക്കും. രാഷ്ട്രപതിയുടെ നയപ്രഖ്യാപനത്തിന്മേലുള്ള നന്ദിപ്രമേയം പാർലമെന്റ് പാസാക്കി. ഭീകരതയ്ക്കെതിരെ കേന്ദ്രം വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. എല്ലാവർക്കും താങ്ങാനാവുന്ന മികച്ച ആരോഗ്യ പരിരക്ഷയാണ് ലക്ഷ്യമിടുന്നതെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി മൻസുഖ് മാണ്ഡവ്യ. അണ്ടർ-19 ലോകകപ്പ് ക്രിക്കറ്റ് സെമിയിൽ ഇന്ത്യ ഇന്ന് ദക്ഷിണാഫ്രിക്കയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:30-ന്.